കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കുമാവതുമല്ലല്ലോ. ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്രദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്രസമാചാര തൽപരനായി ഒരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രപം. ചോരന്മാരോടു കൂടിച്ചേർന്നു നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ച് എത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടും. അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകദാ സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ. തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി. മധ്യാഹ്ന മാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജ്ജനേയും ഘോരമഹാവനെ ദൃഷ്ട്വാ സസംഭ്രമമെന്നോടരുൾ ചെയ്തു. തിഷ്ഠ തിഷ്ഠ ത്വയാ കർത്തവ്യമത്ര കിം ദുഷ്ടമതേ പരമാർത്ഥം പറക എന്നു തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോട് ഇഷ്ടം മതീയം പറഞ്ഞേൻ നൃപാത്മജ. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുത്ര പ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും. ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചൊന്നാർ മുനിവരന്മാരതു കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം. നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നിടുമത്രൈവ ഞങ്ങൾ നിസ്സംശയം. യുദ്ധമാകർണ്യ ഞാൻ വീണ്ടുപോയി ചെന്ന് മത്പുത്രധാരാദികളോട് ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ട് നിങ്ങൾ വാങ്ങിയിടുമോ? മത്പാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നോ? സത്യം പറയണം എന്നു ഞാൻ ചൊന്നതിന് ഉത്തരമായവരെന്നോടു ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചോരോ തരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിന് താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ. നിത്യതപോധന സംഗമഹേതുനാ ശുദ്ധമായി വന്നിതൻ അന്തഃകരണവും ത്യക്വാ ധനുശരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധൗ. ദുർഗതി സാഗരെ മഗ്നനായി വാഴുവാൻ നിർഗമിച്ചിടും എന്നെ കരുണാത്മന രക്ഷിച്ചു കൊള്ളേണമേ. ശരണാഗതരക്ഷണം ഭൂഷണമല്ലോ മഹാത്മാനാം. സ്പഷ്ടമിത്യുക്ത്വാ പതിതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരും അരുൾ ചെയ്തു. ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠതേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദൈവാസ്തു തേ. സദ്യഫലം വരും സജ്ജന സംഗമാത് വിദ്വജ്ജനാനാം മഹത്വമേതാദൃശം.
ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശം. എന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതബോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദ്വിജാധമനാമിവൻ ദിവ്യജനത്താൽ ഉപേക്ഷ്യനെന്നാകിലും രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ. പ്രയത്നേന ദൃഷ്ടോപി വാ മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം. സാക്ഷാൽ പരബ്രഹ്മബോധപ്രദാനേന ഇത്തമുക്ത്വാ രാമനാമ വർണ്ണദ്വയം വ്യത്യസ്തവർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം മരാമരേതി ഏവം ജപിക്ക നീ. ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ. യുദ്ധമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാ ഗമിച്ചിടിനാർ. നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും. പുറ്റുകൊണ്ടെന്നുടൽ മൂടി ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. താപസേന്ദ്രന്മാരും അന്നെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ. നിഷ്ക്രമിച്ചിടെന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടിനേനാശുനാകൂതരാൽ. വത്മീക മധ്യതോ നിന്നു ജനിക്കയാൽ അമ്മുനീന്ദ്രന്മാരഭിദാനവും ചെയ്താർ. വാത്മീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാംനായ വേദിയായി ബ്രഹ്മജ്ഞനാക നീ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും. അന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി. രാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനേൻ ഇന്ന് സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിനവകാശവും വന്നിതെനിക്ക്. മുന്നം ചെയ്ത പുണ്യം നന്നായി ഫലിച്ചു. കരുണാജലനിധേ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ കാണായ മൂലം വിമുക്തനായേനഹം. ത്രാണനിപുണ ത്രിദശകുലപദേ സീതയാ സാർദ്ധം വസിപ്പതിനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലും എന്നെഴുന്നള്ളിനാൻ. അന്തികേ ചേർന്നുള്ള ശിഷ്യപരിവൃതനാം മുനി ചിത്രകൂടാചലഗംഗയോരന്തര ചിത്രമായോരുടജം തീർത്തുമാമുനി. തെക്കും വടക്കും കിഴക്കു പടിഞ്ഞാറും അക്ഷിവിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ച് ഇവിടെ ഇരിക്കെന്നരുൾ ചെയ്തു മന്മഥതുല്യൻ. ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരുവീടിനാൻ. രാമനും വാത്മീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരാനന്ദം ഉൾക്കൊണ്ടു മേവിനാൻ. ദേവമുനിവര സേവിതനാകിയ ദേവരാജൻ ദിവി വാഴുന്നതുപോലെ മന്ത്രിവരനാം സുമന്ത്രരുമേറിയോരന്തശുജ ചെന്നയോധ്യ പൊക്കിടിനാൻ. വസ്ത്രേണ വക്രവുമാച്ഛാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചു മത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്ന ധീരതയോടു നൃപനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാംബുധേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്രജാതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ? നിർലജ്ജനായ ദിപ്പാപിയാമെന്നോട് ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയത്
എന്നുടെ ലക്ഷ്മണൻ എന്തു പറഞ്ഞു? വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകീ ദേവിയും. ഹാ രാമ ഹാ ഗുണവാരിധേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാം എന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. യുദ്ധം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോട് ഉൾത്താപമോടുര ചെയ്തു സുമന്ത്രരും. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാ. ശൃംഗിവേരാഗ്യപുരസവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരേ. കണ്ടു തൊഴുതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ. തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘുത്തമൻ എന്നോടു ചൊല്ലിനാൻ, എന്നെ നിരൂപിച്ച് ദുഃഖിയായി ആരുമേ ചൊല്ലേണമെന്നുടതാതനോടും. ബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യം അയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും. പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം. വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവതിഖിന്നനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാൾ. ആനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുകണങ്ങളും വാർത്തു സഗദ്ഗദം ശ്വശ്രുപാദേഷു സാഷ്ടാംഗ നമസ്കാരം. തോണികരേറി ഗുഹനോടു കൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും. അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ. 4-5 നാഴിക ചെന്നവാറെ ധൈര്യമാലംബ്യ മന്ദം നിവൃത്തനായിടിനാൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ. ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം. ഇഷ്ടയായൊരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. മത്പുത്രനെ കാനനാന്തേ കളവതിനി പാപിയെന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തി തനിയേ പരിദേവനം ചെയ്വതിന് എന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചൊന്നോരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായിക നീ. ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെൻ ഉൾക്കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ. പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗേന ശപിച്ചതു കാരണം. കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ. സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ. അർദ്ധരാത്രൗ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനീ തീരെ വനാന്തരേ മാനസമോഹേന നിൽക്കുന്ന നേരം ഒരു മുനിതാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു.
കുംഭവും കൊണ്ടു നീർ കോരുവാൻ വന്നവർ കുംഭേന വെള്ളമൻപോടു മുക്കും വിധവും കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു തുമ്പിക്കൈയിലംഭോഗതം ഇതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്ധായ ചാപേ ദൃഢമയച്ചീടിനേൻ ഹാഹാഹതോസ്മ്യഹം ഹാഹാഹതോസ്മ്യഹം ഹാഹേതി കേട്ടിതു മാനുഷവാക്യം സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാമപരാധിനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാ വിവശനായി ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമെയ്തേൻ. അതിപാപിയായൊരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. പാദങ്ങളിൽ വീണു കേണിടുമെന്നോട് ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ. കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിക്ക നീയേതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരയും പൂണ്ട് നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു ദാഹേന. ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കൊടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യം. എന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിക നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോദ്ധരണം ചെയ്തു. പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടേക്ക് അതിസംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ. വൃദ്ധതയോടു നേത്രങ്ങളും വേറുപെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനുമിന്നു മറന്നു കളഞ്ഞിതോ. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ. ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധവും മത്പാദവിന്യാസജധ്വനി കേൾക്കായി കാൽപ്പെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്തു മൂലം മമ നന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം. യുദ്ധമാകർണ്യ ഞാൻ ദമ്പതിമാർ പദം ഭക്ത്യാ നമസ്കരിച്ച് എത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം. പുത്രനല്ലല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രൗ വനാന്തേ മൃഗയാ വിവശനായി ശാർദൂലമുഖ്യ മൃഗങ്ങളെയും കൊന്ന് പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയാ. കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിലമ്പസ്സു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാലമ്പയച്ചേനറിയാതെ. അതമ്പലാൽ പുത്രനു കൊണ്ട നേരത്ത് കരച്ചിൽ കേട്ടിത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ.
ബാലനെ കണ്ടു നമസ്കരിച്ചേൻ. അതുമൂലം അവനും എന്നോടു ചൊല്ലിടിനാൻ, കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതെ. കണ്ണും പൊടിഞ്ഞ വയസ്സുമേറെ പൂക്കു പർണശാലാന്തേ, വിശന്നു ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്ക് തണ്ണീർ കൊടുക്കയെന്നെന്നോടു ചൊല്ലിനാൻ. ഞാനതു കേട്ട് ഉഴറ്റോടു വന്നേനിനി, ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദപങ്കജം എന്നിയെ മറ്റില്ല, പാപിയായോരടിയൻ അവലംബനം. ജന്തുവിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ. യുദ്ധമാകർണ്യ കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിടിനാർ. പുത്രനെവിടെ കിടക്കുന്നിതു ഭവാൻ, തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മയെടുത്ത് അതിദീനതയോട് മകനുടൽ കാട്ടിനേൻ. കഷ്ടം ആഹന്ത കഷ്ടം കർമ്മം എന്നവർ തൊട്ടു തലോടി തനയ ശരീരവും. പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവർ എന്നോടു ചൊല്ലിനാർ. നീ ഇനി നല്ല ചിത ചമച്ചിടണം, തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത കൂട്ടിനേൻ. അന്നേരം പുത്രേണ സാകം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിടിനാർ. വൃദ്ധതബോധനൻ അന്നേരമെന്നോട് പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായിതു താപസവാക്യം അസത്യമായും വരാ. മന്നവനേവം പറഞ്ഞു വിലപിച്ചു പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമ പുത്ര ഹാ സീതേ ജനകജേ, ഹാ രാമ ലക്ഷ്മണ ഹാ ഗുണാംബുധേ. നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനർ ഇങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു രാജാ ദശരഥൻ പൂക്കുസുരാലയം. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസീതാടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണേ കേട്ടു വസിഷ്ഠമുനീന്ദ്രനും മന്ത്രികളോട് മുഴറി സസംഭ്രമം അന്തഃപുരമകമ്പൊക്കരുളി ചെയ്തു. തൈലമയദ്രോണി തന്നിലാക്കൂ, ധരാപാലകൻ തന്നുടൽ കേടുവന്നിടായ്വാൻ എന്നരുൾ ചെയ്തു. ദൂതന്മാരെയും വിളിച്ച് ഇന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിടും കുതിരയേറിച്ചെന്ന് കേകയ രാജ്യമകമ്പൊക്കു ചൊല്ലുക മാതുലനായ യുധാജിത്തിനോട്. ശത്രുഘ്നനോടും ഭരതനെ എന്ന് വിദ്രുതം ചെന്നു ചൊൽകെന്നയച്ചിടിനാൻ. സത്വരം കേകയ രാജ്യമകമ്പൊക്കു നത്വാ യുധാജിത്തിനോടു ചൊല്ലിടിനാർ. കേൾക്ക നൃപേന്ദ്ര വസിഷ്ഠൻ അരുൾ ചെയ്ത വാക്കുകൾ. ശത്രുഘ്നനോടും ഭരതനേതുമേ വൈകാതെ അയോധ്യയ്ക്കയക്ക എന്ന ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോട് പോക എന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനും അങ്ങൊരാപത്തകപ്പെട്ടിത് താതനെന്നാകിലും
ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടും അയോധ്യാപുരിപുക്ക് സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോദ്ബാധവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം തേജോവിഹീനമകമ്പുക്കിത് ചെന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികെ. പുത്രനെ കണ്ട് സന്തോഷേണ മാതാവുമുദ്ധായ ഗാഠമാലിംഗ്യ മടിയിൽ വെച്ചുത്തമാങ്കെ മുകർന്നാശു ചോദിച്ചിത്. ഭദ്രമല്ലി മൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭ്രാതൃജനങ്ങൾക്കുമിതുമേ ദുഃഖമില്ലല്ലീ പറക നീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാഞ്ഞെനിക്കുള്ളിൽ താതനെവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോടു പിരിഞ്ഞു രഹസി ഞാൻ താതനെ പണ്ടു കാൺമീലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്ത് ഉൾപ്പൂവിലുണ്ടുമേ താപവും ഭീതിയും മത്പിതാവെങ്ങ് പറകെന്നതു കേട്ട് തത്പ്രിയാൽ ആശ കൈകേയിയും ചൊല്ലിനാൾ. എന്തൻ മകന് ദുഃഖിപ്പാൻ അവകാശം നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്ത് വിശ്വമെല്ലാടവും കീർത്തിപ്പരത്തിയ സത്പുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ ത്വത്പിതാവ് എന്നു കേട്ടോരു ഭരതനും ക്ഷോണീതലേ ദുഃഖവിഹ്വലചിത്തനായി വീണു വിലാപം തുടങ്ങിനാനെത്രയും. ഹാ താതാ ദുഃഖസമുദ്രേ നിമജ്യമാം ഏതൊരു ദിക്കിനു പോയിതു ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞ് എങ്ങുപോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. ഞങ്ങൾക്കുമാരുടെയോരിനി ദൈവമേ. പുത്രനീ വണ്ണം കരയുന്നതു നേരം ഉത്ഥാപ്യ കൈകേയി കണ്ണുനീരും തുടച്ച് ആശ്വസിച്ചിടുക ദുഃഖേന കിം ഫലം. ഈശ്വരകൽപ്പിതമെല്ലാം അറിയ നീ. അഭ്യുദയം വരുത്തിയിടിനേൻ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിയ നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശചേതസാ ചോദിച്ചു. ഏതാനും ഒന്നു പറഞ്ഞില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ഹാ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ 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 സീതേ ജനകസുതേതി പുനഃപുനരാതുരനായി വിലപിച്ചു മരിച്ചിതു താതൻ. അതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാൻ. അതെന്തയ്യോ താതൻ മരിക്കുന്ന നേരത്ത് രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ. മന്നവൻ രാമൻ അഭിഷേകമാരഭ്യ സന്നദ്ധനായത് കണ്ട നേരത്ത് ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കേണം എന്നു പറഞ്ഞ് അഭിഷേകം മുടക്കിയേൻ. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ. 2 വരം മമ തന്നു തവ പിതാ പണ്ട്. അതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിനു പോകെന്ന് മറ്റേതും ഭൂമിപൻ തന്നോടിതുകാലമർദ്ധിച്ചേൻ. സത്യപരായണനായ നരപതി പൃഥ്വീതലം നിനക്കും തന്നു. രാമനെ കാനനവാസത്തിനായി അയച്ചിടിനാൻ. ജാനകീദേവി പാതിവ്രത്യമാലംബ്യ ഭർത്താസമം ഗമിച്ചിടിനാൾ. ആശു സൗമിത്രിയും ഭ്രാതാവിനോടു കൂടെ പോയാൻ. താതൻ അവരെ നിനച്ചു വിലാപിച്ചു ഖേദേന രാമ രാമേതി ദേവാലയം പുക്കാനറിയ എന്ന മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്ത് കൈകേയിയും ആഹന്ത ശോകത്തിനെന്തൊരു കാരണം. രാജ്യം നിനക്ക് സംപ്രാപ്തമായി വന്നിത് പൂജ്യനായി വാഴ്ക ചാബല്യം കളഞ്ഞു നീ.
എന്ന് കൈകേയി പറഞ്ഞതു കേട്ടുടനൊന്നു കോപിച്ചു നോക്കിനാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോം അമ്മയെന്നാധി പൂണ്ടിടിനാർ. കണ്ടു നിന്നോർകളും ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രപേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി. നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാത മഹാപാപി ഞാനഹോ. നിന്നോട് ഉരിയാടരുതിനി ഞാൻ ചെന്ന വന്നിയിൽ വീണു മരിപ്പൻ. അല്ലായികിലോ കാളകൂടം കുടിച്ചിടുവൻ. അല്ലായെങ്കിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവൻ. ഇല്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി. ഘോരമായുള്ള കുംഭീഭാഗമാകിയ നരകം തന്നിൽ വസിക്കും ഇതുമൂലം. ഇത്തരം മാതരം ഭക്ഷിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം പുക്കാർ. പാതേ നമസ്കരിച്ചൊരു ഭരതനെ മാതാവ് കൗസല്യയും പുണർനീടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞതിദീനയായി ഖിന്നയായോരു കൗസല്യ ചൊല്ലിയിടിനാൾ. കർമ്മദോഷങ്ങൾ ഇതെല്ലാം അകപ്പെട്ടിത് എൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. ശ്രീരാമനും അനുജാതനും സീതയും ചീരാംബരജടാധാരികളായി വനം പ്രാപിച്ചിത് എന്നെയും ദുഃഖാംബുരാശിയിൽ താപേന മഗ്നയാക്കിയിടിനാർ നിർദ്ദയം. ഹാ രാമ രാമ രഘുവംശ നായക നാരായണ പരമാത്മൻ ജഗത്പദേ. നാഥ ഭവാൻ മമ നന്ദനായി വന്നു ജാതനായിടിനാൻ കേവലം. എങ്കിലും ദുഃഖം എന്നെ പിരിയുന്നീലൊരിക്കലും. ഉൾക്കാമ്പിലോർത്താൽ വിധിബലമാം തുലോം. യുദ്ധം കരയുന്ന മാതാവു തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ. ആതുരമാനസയാകായിതുകൊണ്ട് മാതാവ് ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവരാജ്യാഭിഷേകം മുടക്കിയാൾ കൈകേയിയാകിയ മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല. രാഘവൻ തന്നാണേ ഞാൻ അറിഞ്ഞത്രേ. അതെങ്കിലോ മാതാവേ ബ്രഹ്മഹത്യാ ശതജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയെയും ധർമ്മധാരങ്ങൾ അരുന്ധതി തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവുമൊക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇങ്ങനെ നാനാ ശപഥങ്ങളും ചെയ്തതിങ്ങനെ ദുഃഖം കലർന്നു ഭരതനും. കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ. ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. യുദ്ധം പറഞ്ഞു പുണർന്നു ഗാഠമുത്തമാങ്കേ മുകർന്നാൾ. അതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാരക്കഥ കേട്ട് വസിഷ്ഠമുനീന്ദ്രനും മന്ത്രിജനത്തോടു അൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും. രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും. ഖേദം മതി കേളിതു കേവലം. വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീര്യവാൻ മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്ത്വാ യഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്വാ ബഹുധനദക്ഷിണയും മുദാ ദത്വാ ത്രിവിഷ്ടപം ഗത്വാ യഥാസുഖം ലബ്ധ്വാ പുരന്തരാർദ്ധാസനം ദുർലഭം വൃത്രാരിമുഖ്യ ത്രിദശൗഘ. വന്ദ്യനായ ആനന്ദമോടിരിക്കുന്നതിനെന്ത് നീ ആനനം താഴ്ത്തി നേത്രാമ്പു തൂകിയിടുന്നു. ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരുപമനവ്യയൻ അദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാദിഹീനൻ ജഗത്കാരണൻ. ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈക്യകാരണം മുക്തിവിരോധകം. ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാൽ ഒരിക്കലും ദുഃഖിപ്പതിനവകാശമില്ലേതുമേ. ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനാം. താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ അലച്ച് തൊഴിച്ചു മുറവിളിച്ച ഏറെ തളർന്നു മോഹിച്ചു വീണിടുവോർ. നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളോ.
തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലത് നിത്യമായുള്ളൊരു ശാന്തിയറിയ നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം, ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്നോർക്കേണമല്ലോ സ്വകർമ്മ വശഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥകളത്രാദിവസ്തുന വേർപെടുന്നേരവും ദുഃഖമില്ലേതുമേ. സ്വയപേദം എന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടത്. എന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിലെന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും. ബന്ധമെന്തേ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ച് മായാഗുണവൈഭവങ്ങളും അന്തർമുത കണ്ടവർക്ക് എന്തു സംഭ്രമം. കമ്പിത പത്രാഗ്ര ലഗ്നാംബു ബിന്ദുവത് സമ്പതിച്ചിടുമായുസതിനശ്വരം. പ്രാക്തന ദേഹസ്ഥ കർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്ക് ദേഹം പുനരപി. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹം കളഞ്ഞ് ഔവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണ വേഗത്തിനു മൂലം ഈ കർമ്മഭേദങ്ങൾ അറിയ നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ. മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനനം മരണവും, ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യനാനന്ദസ്വരൂപൻ നിരാകുലൻ, സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ. ബുദ്ധ്യാദിസാക്ഷി സർവാത്മാ സനാതനൻ, അദ്വയനേകൻ വരൻ പരമൻ ശിവൻ. യുദ്ധം അനാരതം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തേ ദൃഢമായറിഞ്ഞ് ദുഃഖങ്ങളും ത്യക്ത്വാ തുടങ്ങുക കർമ്മസമൂഹവും സത്വരം. ഏതും വിഷാദമുണ്ടാകുല. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.